അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ കാലമായി കണ്ടിട്ട്, കാരണം എന്താ, കുറേ കാലമായി വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്യാനൊന്നൊരു ഒരു സുഖം കിട്ടില്ല. കാരണം ഇപ്പോൾ അവിടെ ആകെ മഴയും ഇതൊക്കെ ആയ കാരണം കൊണ്ട് ചെറുതായിട്ട് പനി വരുന്ന പോലെയൊക്കെ തോന്നുക. പിന്നെ എനിക്ക് ചെറുതായിട്ട് ചെറിയ അസുഖങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂടേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, അയ്യോ കുറേ ആയാലും വീഡിയോ ഇട്ടിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണ്. എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ചെയ്ത് ഞാൻ ഇപ്പോൾ വന്ന വൈകുന്നേരമായിട്ട് ഏകദേശം, അത് വേറെ കാര്യം. അപ്പോൾ വന്നപാടെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി നമുക്ക് മേക്കപ്പും ഹെയറൊക്കെ റിമൂവ് ചെയ്ത് കളയണം. ബിക്കോസ് അല്ലെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. കാരണം അത്രയും വെയിറ്റും മുഖത്ത് എന്തൊക്കെയോ വാഴ്ത്തേച്ച പോലെ നിൽക്കണം. വാഴ്ത്തേച്ച് വെച്ചൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് അന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളുടെ ബാഗിൽ കൊടുത്തിരുന്നു. ആ സാധനങ്ങൾ ഇപ്പോഴും ഞാൻ പുറത്തിറക്കി വെച്ചിട്ടില്ല. അതൊന്ന് എടുത്ത് പുറത്തിറക്കി വെക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ നമുക്ക് വേഗം ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് മുടി ഒക്കെ ഒന്ന് അഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ഞാൻ മുഖമൊക്കെ കഴുകി വന്നു. അയ്യോ ഉറക്കൊക്കെ വരുന്നുണ്ടോ ചെറുതായിട്ട്. അപ്പം ഇന്നിവിടെ എല്ലാവരും ഉണ്ട്. രണ്ടെണ്ണത്തിന് വീക്ക് ഓഫാണ്. ഒരാളോട് വെറുതെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിക്കാണ്. അപ്പം ഇന്നിവിടെ ഇപ്പോൾ പ്രസൻ്റ്ലി വീട്ടിൽ എല്ലാവരും ഉണ്ട്. പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. എല്ലാവരും ഓരോ മുക്കി ഇങ്ങനെ കിടന്നുറങ്ങുക കേട്ടോ. എല്ലാവരും ഇങ്ങനെ റെസ്റ്റ് എടുക്കുക, കിടന്നുറങ്ങുക. തന്നെയാണ് ഞങ്ങൾക്ക് വീക്ക് ഓഫ് കിട്ടിയ ഞങ്ങൾക്ക് ഡെയിലി പണി അതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാലറിനെ കുറിച്ച് പറയാമെന്നാണ്. എൻ്റെ സാലറി എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടേ ഇല്ല. കാരണം ഞാൻ അതിൻ്റെ കാര്യം മറന്നുപോയി. ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചത്. ഞാൻ സാലറിനെ കുറിച്ചിട്ടോ ജോബിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചത്. അപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെ പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു മെയിൻ പോയിന്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാവരും വിചാരിക്കുന്നത് എയർപോർട്ട് ജോലി വളരെ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ജോലി, അവിടെ തന്നെ ഭയങ്കര സുഖമായിരിക്കും, നല്ല രസമുള്ള ജോലിയാക്കാരം, ഭയങ്കര സൂപ്പർ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും കേട്ടോ. പക്ഷേ അതിനുള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കേ അറിയുള്ളൂ. ഗ്ലാമറസ് ജോലിയാണ്, എന്നാലും അതിനുള്ളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ വർക്കിലും അതിൻ്റെതായ പ്രഷർ ഉണ്ട് പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ട് പ്രഷർ. അത് വേറെ കാര്യം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ വിശദമായിട്ട് ഒരുപാട് പറഞ്ഞു. അപ്പോൾ എന്തായാലും എനിക്കൊരു പാർസൽ വന്നിട്ടുണ്ട്. ഞാൻ അതൊന്ന് ആദ്യം എടുത്തു വെക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് വായിക്കാനുള്ളൂ. അപ്പോൾ ഞാൻ എന്താ പാർസൽ മേടിച്ചതെന്ന് വെച്ചാൽ നമ്മൾ എവർട്ടീൻ്റെ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. എനിക്ക് എവർട്ടീൻ്റെ സാധനം സ്റ്റോക്ക് ചെയ്യാനാണ് പണി. കാരണം ഞാൻ എവർട്ടീൻ്റെ പാഡും കാരണമില്ലാത്ത വേറെ ഒന്നും യൂസ് ആക്കാറില്ല. അപ്പോൾ എവർട്ടീനെ കുറച്ച് സാധനം ഞാൻ റീസ്റ്റോക്ക് ആക്കാൻ വേണ്ടി മേടിച്ചിരിക്കുകയാണ്. മാസം നമ്മൾ മന്തിൻ്റെ ആവാനായല്ലോ. മന്തിൻ്റെ ആവാൻ നമ്മൾ ഗ്രോസറീസ് ഒക്കെ മേടിച്ച് വെക്കണ പോലെ മേടിച്ച് വെക്കുന്ന സാധനമാണ് കേട്ടത്. കാരണം പെട്ടെന്ന് എപ്പോഴും ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പുതുതായിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ കറൻ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യണത് ഈ ഒരു എവർട്ടീൻ്റെ പാഡാണ് കേട്ടോ. ഈ ഒരു നൈറ്റ് കെയർ പാഡ് സൂപ്പറാണ്. ഞാൻ നൈറ്റ് ഷിഫ്റ്റിൽ വർക്കിന് പോവുമായിരുന്നല്ലോ. ഇത് കുറേ ദിവസം നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വർക്കിന് പോകുന്ന സമയത്ത്, പീരീഡ്സ് ആയ സമയത്ത് ഞാൻ ഈ ഒരു പാഡ് യൂസ് ചെയ്തിരുന്നു കേട്ടോ. കാരണം ഇത് നോർമൽ പാഡ്സിനെക്കാട്ടിൽ എത്രയോ എക്സ്ട്രാ ലാർജ് ആയിട്ടുള്ള പാഡാണ്. സോ അത് കാരണം കൊണ്ട് ഞാൻ ഈ പാഡാണ് വർക്കിന് പോകുമ്പോൾ യൂസ് ചെയ്തിരുന്നത്. വർക്കിന് പോകുമ്പോൾ മാത്രമല്ല, ഇനിയിപ്പോൾ വീട്ടിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പാഡാണ് കേട്ടോ. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണതാണ് കേട്ടോ നമ്മളെ എവർട്ടീൻ്റെ റിലാക്സ് നൈറ്റ് അൾട്രാ ട്രിപ്പിൾ എക്സൽ സാനിറ്ററി പാഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഹൈബ്രിഡ് ടോപ്പ് ഷീറ്റുള്ള കാരണം കൊണ്ടാണ് നമുക്ക് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വെക്കാനും ഡ്രൈ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ആക്കും കേട്ടോ. ഇത് നോർമൽ പാഡ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ട്രിപ്പിൾ എക്സൽ ലെങ്ത് ഉള്ള പാഡ് ആയ കാരണം കൊണ്ട് ഫുൾ നൈറ്റ് ഫുൾ എക്സ്ട്രാ കവറേജ് ആണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പാക്കിൽ ട്രിപ്പിൾ എക്സലിൽ 30 പാഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ക്ലോറിനോ ബ്ലീച്ചോ അങ്ങനത്തെ യാതൊരു കെമിക്കൽസ് യൂസ് ആക്കാത്ത കാരണം കൊണ്ട് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ സാധാരണ പാഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് 2 മടങ്ങ് വലുപ്പം കൂടുതലാണ് കേട്ടോ വരുന്നത്. ഈ പാഡിന് ഡബിൾ ഫ്ലാപ്പും വൈഡ് ബാക്കും ആയ കാരണം കൊണ്ട് ലീക്കേജ് ആവുന്നുള്ള ടെൻഷൻ്റെ ആവശ്യമില്ല കേട്ടോ. ഡബിൾ ഫ്ലാപ്പും വൈഡ് ബാക്കും മാത്രമല്ല, ഇതിന്റെ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ 3x ഫാസ്റ്റർ അബ്സോർപ്ഷൻ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ലീക്കേജ് ആവാതെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ആക്കാൻ പറ്റും. പിന്നെ എല്ലാ എവർട്ടീൻ്റെ പാഡിന്റെയും പാൻറ്റീസിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് പോലും സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിൽ നീം ആൻഡ് സാഫ്ലവറിന്റെ എക്സ്ട്രാക്ട് ഉള്ള കാരണം കൊണ്ട് തന്നെ ഇറിറ്റേഷനോ അല്ലെങ്കിൽ റാഷസോ വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ആക്കും കേട്ടോ. അപ്പൊ എല്ലാവരും എന്തായാലും നമ്മൾ എവർട്ടീന്റെ ഈ ഒരു റിലാക്സ് നൈറ്റ് അൾട്രാ ട്രിപ്പിൾ എക്സൽ സാനിറ്ററി പാഡ്സ് വെച്ച് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എന്തായാലും നൈറ്റിൽ നല്ല ഓവർ ഫ്ലോ ഉള്ള ആൾക്കാർക്ക് ആയാലും ആയിക്കോട്ടെ, മീഡിയം ഫ്ലോ ഉള്ള ആൾക്കാർക്ക് ആയാലും ആയിക്കോട്ടെ, ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പൊ എന്തായാലും വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഇത് എല്ലാ ഓൺലൈൻ സൈറ്റിലും അവൈലബിൾ ആണ്. നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇനി മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക്
എന്നാൽ പണിയെടുത്തും കൊണ്ട്, അതായത് ഓരോ സാധനങ്ങൾ പുറത്തേക്ക് വെച്ച് വെച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലോട്ട് കടക്കാം, നമ്മുടെ പ്രധാന വർത്താനത്തിലോട്ട് കടക്കാം ഗൈസ്. സോ ഗൈസ്, നല്ല 2 വർത്താനം പറയാൻ വേണ്ടി ഏതാണ്ട് നല്ല സ്പേസ് എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ മേലെ ഇരിക്കണം, അടിയിലിരിക്കണം, കസേരയിടാതിരിക്കണം നിന്ന് പറയണമെന്നൊക്കെ ആലോചിച്ചിട്ട് കൊടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്, നിലത്ത് അങ്ങോട്ട് ഇരുന്നാൽ പോലെ. അപ്പം നിലത്ത് അങ്ങോട്ട് ഇരുന്നപ്പോൾ നമുക്ക് ബാഗിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുത്തും കൊണ്ട് നമുക്ക് വർത്താനം പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ എന്തിൻ്റെ കാര്യം പറഞ്ഞത്, സാലറിൻ്റെ കാര്യം. സാലറി എന്ന് പറയുമ്പോൾ എനിക്ക് സാലറി എന്ന് പറയണത് കറക്റ്റ് പറയില്ല, കാരണം എന്താ, അതൊരു നമ്മൾ കറക്റ്റ് സാലറി പറയാൻ പാടില്ലതാണ്. ഞാൻ പറഞ്ഞുതരാം. ഏകദേശം 10ൻ്റെ മേലെ 20ൻ്റെ കീഴെ, ഹസ്ബൻഡിക്ക് മേലെ ലവർക്ക് കീഴെ, ലവർക്ക് മേലെ ഹസ്ബൻഡിൻ്റെ കീഴെ പറഞ്ഞേ. അതുപോലെ തന്നെ 10ൻ്റെ മേലെ 20ൻ്റെ താഴെ, അങ്ങനെയാണ് എൻ്റെ സാലറിൻ്റെ അളവ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവ് എന്ന് പറയുമ്പോൾ ഞാൻ കയറിയ സമയത്ത് ഈ ഒരു എമൗണ്ട് അല്ലായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു എമൗണ്ടിന് കയറാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അതിലും കുറഞ്ഞ എമൗണ്ടാണ് കിട്ടുന്നത്. പിന്നെ വിചാരിച്ചു നമ്മൾ എമൗണ്ട് അത്ര നോക്കിയിട്ട് കാര്യമില്ല, കാരണം നമ്മൾ ഫസ്റ്റ് ജോബ് എപ്പോഴും എമൗണ്ട് കുറവായിട്ടേ ഉണ്ടാവുള്ളൂ. നമ്മൾ വർക്ക് ചെയ്ത് ശരിയാക്കുന്നതാണ് നമ്മളെ ഒന്നും കൂടി നമ്മളെ ബൂസ്റ്റ് ആക്കുന്നത്. കാരണം നമുക്ക് എക്സ്പീരിയൻസും കൂടും, നമ്മൾ അതിൻ്റെ കൂടുതൽ നമുക്ക് സാലറി കൂടും. അങ്ങനെയാണ് എല്ലായിടത്തും ഉണ്ടാവുന്ന സംഭവം. അപ്പോൾ എൻ്റെ സാലറിൻ്റെ കണക്ക് അങ്ങനെയാണ്. പിന്നെ എൻ്റെ ജോബ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഗ്ലാമറസ് ജോബാണ്, എന്തൊരു വാവ്, എല്ലാവരും മേക്കപ്പ് ഇട്ട് പോകണം, അങ്ങനെ പോകണം. പക്ഷെ നമ്മൾ എത്ര മേക്കപ്പ് ഇടുമെന്ന് പറഞ്ഞാൽ എനിക്ക് മേക്കപ്പ് ഇടുന്ന അത്ര ഇഷ്ടമുള്ള ആളൊന്നുമല്ല. അപ്പം അത്ര ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് ഒരു മേക്കപ്പ് ഇടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇടങ്ങാറാണ്. കാരണം അത് ഭയങ്കര മുഖത്തെന്തോ വെയിറ്റുള്ള സാധനം ഇട്ടച്ച പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഇപ്പം പോലും ഞാൻ ലിപ്സ്റ്റിക്ക്, ഏതോ ലൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് മാത്രം, ഞാൻ എൻ്റെ ലിപ് ബാമിന് സാധനം ഉണ്ട്, ടിൻഡഡ് പോലത്തെ സാധനം, അത് ചെറുതായിട്ട് ഇട്ട് വെച്ചിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. അത് നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോ കണ്ടാലും മനസ്സിലാവും. ഞാൻ മേക്കപ്പ് ഇടാത്തൊരു മനുഷ്യത്തെയാണ്. മേക്കപ്പ് ഞാൻ തീരെ യൂസ് ചെയ്യാറില്ല, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. അല്ലാതെ ഞാൻ വേറെ ഒന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തൊന്നും ഫൗണ്ടേഷൻ പോലും ഞാൻ യൂസ് ചെയ്യാറില്ല. ഫൗണ്ടേഷൻ തീരെ ഞാൻ യൂസ് ചെയ്യാത്ത ആളാണ്. ഞാൻ പിന്നെ ഐലൈനറും കാര്യങ്ങളൊക്കെ ഇടും, ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യാത്ത ആളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ഈ ഒരു ജോബിന് വരാമെന്ന് പറയുന്നത് ഭയങ്കര റിസ്കി ജോബാണെന്ന് വേണമെങ്കിൽ പറയാം. അതൊന്ന്. 2, നമ്മളെ ഷിഫ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഷിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മോർണിംഗ് ആവും, ചിലപ്പോൾ നൈറ്റ് ആവും, ചിലപ്പോൾ ആഫ്റ്റർനൂൺ ആവും. അങ്ങനെ ഷിഫ്റ്റ് മാറി ഇപ്പോൾ ഈ ഒരു 3 ദിവസം മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നേരെ ആഫ്റ്റർനൂൺ കയറേണ്ടി വരും. അപ്പം നമ്മൾ ഉറക്കം കറക്റ്റ് ആവില്ല, കുറച്ച് കാലം നൈറ്റ് ആക്കാൻ. അപ്പം നൈറ്റ് നമ്മളിങ്ങനെ രാവിലെ ഉറങ്ങി ശീലമായി വരുമ്പോൾ പിന്നെ പെട്ടെന്ന് സ്വിച്ച് ആവും, പെട്ടെന്ന് മോർണിംഗ് ആവും. അപ്പം നമുക്ക് രാവിലെ ഇങ്ങനെ ഉറക്കം വരും, രാത്രി ഉറക്കം വരില്ല. പിന്നെ ആഫ്റ്റർനൂൺ ആകുമ്പോൾ നമ്മൾ കറക്റ്റ് ആ രാത്രി ഉറങ്ങി രാവിലെ നീറ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെയും വേറെ ഷിഫ്റ്റ് മാറും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നമായിട്ട് ഇപ്പോൾ എന്നെ കണ്ടപ്പോൾ ക്യാമറയിൽ കൂടെ മനസ്സിലാവണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഞാൻ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്, നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് വീട്ടിലിരുന്ന് ഉണ്ടാക്കിയതിൻ്റെ നിറം അത് പോയി. എനിക്ക് ഞാൻ അത്രയും ഫെയർ സ്കിൻ ടോണായുള്ള ആളല്ല, പക്ഷേ എൻ്റെ കയ്യും കാലൊക്കെ ഭയങ്കര നിറയുന്നു. കയ്യും കാലും നല്ല നിറമുള്ള കയ്യായിരുന്നു, നല്ല വൃത്തിയുള്ള കയ്യും കാലായിരുന്നു. ആ വൃത്തിയുള്ള കയ്യും കാലൊക്കെ ഇപ്പോൾ ഈ ക്യാമറ കാണുമ്പോൾ മനസ്സിലാവായിട്ട് എൻ്റെ കയ്യുടെ നിറമൊക്കെ നല്ലോണം പോയിരുന്നു. എൻ്റെ കയ്യൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. എൻ്റെ കൈ ഇങ്ങനെ ചില സമയത്ത് ആലൊക്കെ ഭയങ്കര സങ്കടം വരും. ഞാൻ വിചാരിക്കും അപ്പോൾ റിസൈനിട്ട് പോയാലോ വിചാരിക്കും. ആ സമയത്താണ് ഞാൻ റിസൈനിട്ട് പോയാലോ എന്ന് വിചാരിക്കുക. അപ്പം പിന്നെ വിചാരിക്കും അല്ല, നമുക്ക് ജോലി കാണും. ഇപ്പോൾ ഞാൻ യൂട്യൂബറാണെന്ന് പറയുമ്പോൾ എല്ലാവരും എന്നോട് പറയും എന്തിനാ ജോലി കളഞ്ഞിട്ട് പോണേ, അല്ല ജോലി കളഞ്ഞിട്ട് പോയിക്കൂടെ, യൂട്യൂബായിട്ട് നോക്കി നടന്നൂടെ പറയുമ്പോൾ ഞാൻ പറയും ഇത് യൂട്യൂബ് എനിക്ക് എൻ്റെ ഒരു ഞാൻ പൈസ ഉണ്ടാക്കണതിന് വേറൊരു സോഴ്സ് ഓഫ് ഇൻകം ആണ് എനിക്ക് യൂട്യൂബ് എന്ന് പറയുന്നത്. അല്ലാതെ അതിൻ്റെ പെർമനൻറ്റ് ജോബല്ല. എൻ്റെ പെർമനൻറ്റ് ജോബ് പറഞ്ഞിട്ട് എനിക്കൊരു ജോബ് വേണം. എനിക്ക് എൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് ക്യാബിൻ ക്രൂ ആവണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് കാലം എക്സ്പീരിയൻസ് ഉണ്ടാക്കി ഞാൻ എന്തായാലും ക്യാബിൻ ക്രൂ ആവും. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഈ ജോബ് കളയാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഒരു ജോബ് ചെയ്യും. അതിൻ്റെ സൈഡ് ബിസിനസ് ആയിട്ട് മാത്രമേ ഞാൻ യൂട്യൂബ് കൊണ്ടെടുക്കുള്ളൂ. യൂട്യൂബ് ഞാൻ എപ്പോഴും പെർമനൻറ്റ് ജോബായിട്ട് ഞാൻ കാണാറില്ല. അതിൻ്റെ വേറൊരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. നമുക്ക് 2 സോഴ്സ് ഓഫ് ഇൻകോ 3 സോഴ്സ് ഓഫ് ഇൻകോ ഒക്കെ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ബുദ്ധിമുട്ടുന്ന സമയത്ത് പൈസ ഉണ്ടാവാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കാണുന്നതാണ് യൂട്യൂബിനെ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പറ്റില്ല, എനിക്ക് പെർമനൻറ്റ് ജോബ് വേണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം എന്നാണ് ക്യാബിൻ ക്രൂ ആവണം എന്നുള്ളതാണ്. ഞാൻ എന്തായാലും ആവും, അത് വേറെ കാര്യം. അത് എത്ര കഴിഞ്ഞാലും 27 വയസ്സിന് മുമ്പ് ആവണം കേട്ടോ. അത് ഞാൻ എന്തായാലും ആവും. കാരണം ക്യാബിൻ ക്രൂ ആവാമെന്ന് പറഞ്ഞാൽ അത്രയും വലിയ ആഗ്രഹമാണ്. അപ്പോൾ നമ്മൾ അത്രയും കൂടുതൽ ആഗ്രഹിച്ചാൽ നമ്മളെ എല്ലാവരും പ്രകൃതി വരെ നമ്മളെ കൂടെ നിൽക്കുന്നുള്ള പറയാറ്. അപ്പോൾ അങ്ങനെ കൂടെ നിൽക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മുടെ ഈ ജോബിൻ്റെ കാര്യം പറയുമ്പോൾ ഇതാണ്, എല്ലാവർക്കും ചിന്തിക്കുമ്പോൾ നല്ല രസമുള്ള ജോബാക്കാരം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ പണിയെടുക്കണ പണി അത് നമ്മൾ കുറച്ച് ടാസ്ക്കാണ്. ഷിഫ്റ്റ് വൈസ് മാറുന്ന ജനറൽ ഷിഫ്റ്റിൽ വരുന്നതും ഷിഫ്റ്റ് വൈസ് മാറി വരുന്നതും ഒരു ടാസ്ക് ഉള്ള കാര്യമാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എയർപോർട്ടിൻ്റെ നമുക്ക് ഒരു രസമുണ്ട്. കാരണം എല്ലാവരും ചോദിക്കുമ്പോൾ എവിടെ പണി എയർപോർട്ടിലാണ്,
നല്ല ഗുമ്മുള്ളൊരു പറച്ചിലാണത്. എയർപോർട്ടിലാണ് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഭയങ്കര ഒരു പൊങ്ങച്ച മറ്റേ എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അത്രയ്ക്കാണ് കാര്യങ്ങൾ എന്ന് പറയാൻ. എൻ്റെ ജോലിനെ കുറിച്ച് എനിക്ക് പറയാൻ അത്രയ്ക്കാണ് ഉള്ളത്. എൻ്റെ സാലറി 10ൻ്റെ മേലെ 20ൻ്റെ താഴെ. ഞാൻ ആ സാലറി വെച്ചിട്ടല്ല ജീവിക്കുന്നത്. സാലറി ഉണ്ട്, പക്ഷേ ഞാൻ യൂട്യൂബും കൂടി ഉള്ള കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ അൽഹംദുലില്ലാഹ് നല്ല രീതിക്ക് ഞാൻ ജീവിച്ചു പോകുന്നുണ്ട്. ഞാനിപ്പോൾ അടുത്ത് എനിക്ക് എൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ, ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് എനിക്ക് എങ്ങനെയും കറങ്ങാൻ പോകുമ്പോൾ ഞാനായിട്ട് പൈസ എടുത്ത് പോകണം. എനിക്ക് പൈസ ഉള്ളപ്പോൾ എനിക്കൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ പൈസ ഉണ്ടായാലും ഞാൻ പൈസ ചിലവാക്കും. എൻ്റെ കാര്യത്തിനല്ല, ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി ചിലവാക്കും. ബാക്കിയുള്ളവർക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കൂടെ പോകുമ്പോൾ ഞാൻ ചിലവാക്കും. ഞാൻ അമ്മേനെ സായ്മോനൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് അവർക്ക് വേണ്ടത് മേടിച്ചിട്ടൊന്ന് വിചാരിച്ചിരുന്നു. അത് എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് ഇനിയും ആഗ്രഹങ്ങളുണ്ട്, അതും സാധിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു എല്ലാ പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ പണിനെ പറ്റിയിട്ട് ഞാൻ വലിയ പണിയാണ് അങ്ങനെ ഇങ്ങനെയാണെന്നും ഞാൻ പറയുന്നില്ല. കാരണം എല്ലാ ജോബിനും അതിൻ്റെതായ പണികളുണ്ട്, വേറെ കാര്യം. അപ്പോൾ എല്ലാ ജോബിനും ഉണ്ടാവുന്ന പണികളൊന്നും ഈ പണിക്കുള്ളൂ. അത്രേ ഉള്ളൂ എനിക്ക് എൻ്റെ ജോബിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പൊലിപ്പിച്ചിട്ട് അങ്ങനെ പറയാം. എൻ്റെ സാലറി അപ്പം അതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു കൈപ്പക്ക കൊടുത്തിട്ടുണ്ട്. ഈ കൈപ്പൊക്കെ നമുക്ക് ഇതിനെ വറുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ചിലപ്പോൾ ഫുഡില്ലാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് വറുക്കണം തോന്നി വറുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് കൈപ്പൊക്ക. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക്, ഇതെല്ലാം അടിപൊളി ഷെയ്ഡ് ബ്രൗൺ ലിപ്സ്റ്റിക്കാണ്. ഇതിന് ഞാൻ ഷോർട്സ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കണം കേട്ടോ. ഇതൊരു അടിപൊളി ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഡാസ്ലറിൻ്റെ വലിയ വിലയാകെ 250 രൂപയേ ഉള്ളൂ. പിന്നെ മോയ്സ്ചറൈസർ, ഇതെൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ്. ഞാൻ ഈ മോയ്സ്ചറൈസർ യൂസ് ആക്കുള്ളൂ. അത് ഓയിലി സ്കിന്നിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാനൊരു ഹാൻഡ് വാഷ് മേടിച്ചിട്ടുണ്ട്, കാരണം ഇവിടെ പെട്ടെന്ന് കൈ കഴുകാൻ വേണ്ടി ഹാൻഡ് വാഷ് ഇല്ല. പിന്നെ ഞാനൊരു ബോഡി വാഷ്, നല്ല മണല്ല വിവലിൻ്റെ ബോഡി വാഷ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കണ്ടീഷണർ വേണമെങ്കിൽ കണ്ടീഷണർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നെയിൽ പോളിഷ് റിമൂവർ ഉണ്ട്, ഒരു ഐലൈനർ മേടിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു നെയിൽ പോളിഷ് മേടിച്ചിട്ടുണ്ട്, റെഡ് കളർ നെയിൽ പോളിഷ്. ഞാൻ അന്നത്തെ വീഡിയോയിൽ ഞാൻ നെയിൽ പോളിഷ് മാറ്റണം എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ടുണ്ടായില്ല. എൻ്റെ ജാസിയമ്മ പറഞ്ഞിരുന്നു കേട്ടോ, അന്ന് വീഡിയോയിൽ നെയിൽ പോളിഷ് മാറ്റാൻ എന്ന് പറഞ്ഞിട്ട് മാറ്റിയില്ലാന്ന്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നെയിൽ പോളിഷ് മാറ്റണം ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ഹെയർ ഗ്രോത്ത് സിറാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്, അല്ലാതെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ അറിയില്ല. യൂസ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചാണ് കേട്ടോ. ഒരു ഓഫറിൽ കണ്ടപ്പം എത്ര ഇതിനാകെ 290-300 രൂപ ഉള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓക്കെ ഹെയർ ഗ്രോത്ത് സിറം ഞാൻ മേടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ മേടിച്ചാണ് കേട്ടോ. പിന്നെ ഇത് അമ്മൻ്റെ വീഡിയോയിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമെങ്കിൽ ഞാൻ കെലോക്സ് കൊണ്ടാണ് ഇത് കിച്ചണിൽ കൊണ്ടുപോയി വെക്കണം കേട്ടോ. അപ്പോൾ ഇതുണ്ട്. പിന്നെ ഞാനൊരു വാട്ടർ ബോട്ടിൽ മേടിച്ചു. എനിക്ക് സിപ്പർ ബോട്ടിൽ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ സിപ്പർ ബോട്ടിലിന് ഇത്ര വലിയ സ്ട്രോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പുതിയൊരു സിപ്പർ ബോട്ടിൽ മേടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ അവിടുന്ന് കൊടുക്കുന്ന സാധനങ്ങൾ. അത് ഞാൻ ഇപ്പോൾ എത്ര ദിവസമായി, ഒരു 3-4 ദിവസമായി ഞാൻ വന്നിട്ട് ഇപ്പോഴും ഞാൻ സാധനങ്ങൾ പുറത്തിറക്കിയിട്ടില്ല. എപ്പോഴാണ് ഞാൻ പുറത്തിറക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ എനിക്ക് ഈ ജോലിൻ്റെ ഓരോ തിരക്കുകൾ കാരണം കൊണ്ട്, ജോലി ഇങ്ങനെ ഷിഫ്റ്റ് മാറി വരുന്ന കാരണം കൊണ്ടാണ് എനിക്ക് വീഡിയോസ് അധികം ഇടാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും ഞാനിനി എപ്പോഴെപ്പോഴും വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാനിനി അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ജോലിക്ക് പോയി വന്നതിൻ്റെ ഒരു കിറുക്കത്തിൽ നിൽക്കുകയാണ്, അവിടെ ഞാൻ പറഞ്ഞൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.